അനു സിനുപാലാണ് ഇത്തവണത്തെ റൂമിയുടെ സോൾസേസിലെ അതിഥി. കവി, നോവലിസ്റ്റ്, യാത്രികൻ, പത്രപ്രവർത്തകൻ എന്നീ മേഖലകളിൽ വ്യക്തമായ കയ്യൊപ്പുകൾ ചാർത്തിയ ഒരാൾ. അനു വാര്യർ എന്ന പേരിൽ നിന്ന് ഇന്ത്യ ഒരു ഹൈന്ദവ രാഷ്ട്രമായി പരിണമിക്കുന്നതിൽ പ്രതിഷേധിച്ച് വാര്യർ എന്ന വാല് മുറിച്ചു കളഞ്ഞയാൾ. പിടിമുറുക്കുന്ന രോഗത്തിനോടും ഹൈന്ദവവൽക്കരണത്തെയും ഒരേപോലെ നിരന്തരം എതിരിട്ട് ജീവിക്കുന്ന ഒരാൾ. ദുബായിലെ ഖലീജ് ടൈംസിൽ ജേർണലിസ്റ്റായി ഉപജീവനം. കടുത്ത രോഗം വേട്ടയാടുമ്പോഴും ഏറെ തെളിച്ചത്തോടെ എഴുത്തും യാത്രയും ജീവിതവും പങ്കുവെക്കുന്നു ഇവിടെ റൂമി. അനു സിനുപാലിന്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ആ ഒരു എഴുത്ത്, പിന്നെ പത്രത്തിലെ വാർത്തകൾ എഴുത്തും, അത്യാവശ്യം മറ്റ് ലേഖനങ്ങൾ എഴുത്തും വായനയും ഒക്കെ ആയിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നു. ഇതിനിടയ്ക്ക് ഞാൻ BCom കഴിഞ്ഞു. MA സോഷ്യോളജിക്ക് കറസ്പോണ്ടൻസായിട്ട് ചേർന്നുണ്ട്. MAക്ക് പഠിക്കുന്നു. രാവിലെ 7 മണിക്ക് പോയി 8:30 പത്രത്തിൽ ജോലിക്ക് കയറണം. അപ്പോൾ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും, 8:30 ജോലിക്ക് കയറും. അതിനിടയ്ക്കാണ് ജേർണലിസം കോഴ്സിന് ചേരുന്നത്. അപ്പോൾ ജേർണലിസം കോഴ്സിന് വൈകിട്ട് തിരുവനന്തപുരത്താണ്. രാവിലെ ജോലിക്ക് പോയി, വൈകിട്ട് ഉച്ചയ്ക്ക് അവിടെ നിന്ന് ട്രെയിനിൽ കയറി, 2:30 അവിടെ നിന്ന് ട്രെയിനിൽ കയറി തിരുവനന്തപുരത്ത് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത്, ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 8:30 ആകുമ്പോൾ 8-9 മണിയാകുമ്പോൾ ചിലപ്പോൾ വീട്ടിലെത്തും. വീണ്ടും അത് കഴിഞ്ഞ് അത്യാവശ്യം വായിക്കുക. അന്ന് വായന, പാട്ട് കേൾപ്പ്, ഇതെല്ലാം വളരെ ആക്റ്റീവായിട്ടുള്ള സമയമാണ്. പിന്നെ കത്തെഴുത്ത്. നേരത്തെ പറഞ്ഞ ആ ഒരു കൽക്കട്ട പ്രണയം എന്നുള്ളത് ശരിക്കും വളരെ എനിക്ക് ജീവിതത്തിൽ ഉണ്ടാക്കി ഭയങ്കര അഡ്വാൻറ്റേജ്. എൻ്റെ ഇംഗ്ലീഷിനെ നമ്മൾ ഒരു വളരെ നോർമലായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇംഗ്ലീഷിൽ നിന്ന് എഴുത്തിൻ്റെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയെടുത്തത് ഈ ഒരു പ്രണയമായിരുന്നു. കാരണം ദിവസം ഒരു കത്ത് മിനിമം എഴുതും. അപ്പോൾ ഈ കത്തെഴുത്ത് അവിടെ അപ്പുറത്തുള്ളത് ബംഗാളി ആയതുകൊണ്ട് മലയാളത്തിൽ എഴുതാൻ പറ്റില്ല. നേച്ചുറലി ഇംഗ്ലീഷാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആക്സസിബിളായ ഭാഷ. അപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ വാക്കുകൾ. പക്ഷെ അന്ന് എനിക്ക് വലിയൊരു മണ്ടത്തരം പറ്റിയത്, ഞാൻ അന്ന് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയാണ്. നമുക്ക് പുതിയ വാക്കുകൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ വാക്കുകൾ മനസ്സിലാക്കാനും ഒക്കെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയുടെ ഒരു പ്രശ്നം, ഇംഗ്ലീഷ് വാക്കുകളെ മലയാളത്തിൽ ഉപയോഗിക്കുകയല്ലാതെ അതിൻ്റെ പ്രയോഗ സാധ്യതയും വാക്കുകളുടെ ഈ ഒരു ഗ്രാമാറ്റിക്കലായിട്ടുള്ള ബേസും ഒന്നും ഇംഗ്ലീഷ് മലയാളത്തിൽ ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ബേസിക്കലി ഒരു എഴുത്ത് ഭാഷയും അതിൻ്റെ ഒരു ഗ്രാമറും കുറച്ചുകൂടി പ്രോപ്പർ ആക്കാനായിട്ട് എൻ്റെ ഈ ഒരു പ്രണയം കൊണ്ട് എനിക്ക് സാധിച്ചു. പിന്നെ എല്ലാ വർഷവും കൽക്കട്ടയിൽ പോകുന്നുണ്ട് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പോൾ സംസാരത്തിൽ ഇംഗ്ലീഷും ഹിന്ദിയാണ് സംസാരിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഹിന്ദിയും അത്യാവശ്യം സംസാരിക്കാൻ പറ്റുന്ന ഭാഷയായിട്ട് വന്നു. അത്യാവശ്യം ബംഗാളി പഠിച്ചു. അപ്പോൾ എന്നെ ഭാഷാപരമായിട്ട് ആ ഒരു പ്രണയം എനിക്ക് വളരെ അഡ്വാൻറ്റേജ് തന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞാനൊരു ഈ ജേർണലിസം കോഴ്സ് കഴിഞ്ഞു. അപ്പോൾ സായാഹ്ന പത്രത്തിലെ പണി അത്ര താല്പര്യമായിട്ട് തോന്നിയില്ല. അങ്ങനെ അത് വിട്ടു. കോഴ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ അത് വിട്ട് കോഴ്സ് കഴിഞ്ഞപ്പോൾ NTV എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലല്ല, അന്ന് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. അണിയറ, സൂര്യ TV അണിയറ, ഏഷ്യാനെറ്റിലെ കണ്ണാടി തുടങ്ങിയവരാണ്. പിന്നെ അണിയറ എടുത്തു. അണിയറ ഞാൻ ചെല്ലുമ്പോൾ അണിയറയും ഒരു ദൂരദർശനിലെ ഒരു വനിതാവേദിയിൽ ഇന്നത്തെ സ്ത്രീയുടെ പ്രതിച്ഛായ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം, ഇത് രണ്ടുമായിരുന്നു അന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ സ്ത്രീയുടെ പ്രതിച്ഛായ എന്നുള്ളൊരു പ്രോഗ്രാമിൻ്റെ ചാർജായിരുന്നു എനിക്ക്. അപ്പോൾ അത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. ശരിക്കും ഒരു 99 സമയത്താണ്. ഒരു നല്ല ശക്തമായൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഏലിയാസ് ജോൺ എന്ന് പറയുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ ദിവസത്തിൽ കുറഞ്ഞത് 20 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളാണ്. പിന്നെ
കാര്യങ്ങളെ വളരെ വ്യത്യസ്തമായ ഒരു ആംഗിളിൽ എപ്പോഴും വളരെ പ്ലെയിനായിട്ടൊരു ഉള്ളൊരു വാർത്തയെ പോലും അതിനകത്തുള്ള വാർത്ത കണ്ടുപിടിക്കാൻ കഴിയുന്ന നല്ല ഒരു ജേർണലിസ്റ്റായിരുന്നു. അപ്പോൾ ഏലിയാസ് സാറിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി 20 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ നമ്മൾ 20 മണിക്കൂർ ജോലി ചെയ്ത് പോകും. പുള്ളി മുതലാളിയാണ്, നമ്മൾ തൊഴിലാളിയാണ്. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് സാമ്പത്തികമായി വലിയ അഡ്വാൻറ്റേജസ് ഒന്നും ആയിരുന്നില്ല, പക്ഷെ ആ ഒരു ജോലി കുറച്ചുകൂടി രസകരമായിരുന്നു. പിന്നെ പുറത്ത് പോവുകയും കുറേ കൂടെ തിരുവനന്തപുരത്തെ കുറേ മനുഷ്യരെ കാണുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ ഈ യാത്രക്കിടയിലും വായിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറേ അഡ്വാൻറ്റേജ് അതിനകത്തുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ 24 ചാനലിലുള്ള KR ഗോപികൃഷ്ണൻ വന്നിട്ട് എൻ്റെ കൂടെ ജേർണലിസം പഠിക്കാനുണ്ടായിരുന്നു. ഞങ്ങളെ ജേർണലിസം ക്ലാസ്സിൽ ഇപ്പോഴത്തെ മലയാളം മീഡിയയിലുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. മലയാളം ചാനലുകളിലുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ ഗോപികൃഷ്ണൻ OV വിജയൻ്റെ ഭയങ്കര കടുത്ത ആരാധകനാണ്. പുള്ളി ഡൽഹിയിൽ പോയി കോഴ്സ് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ പോയി ജോലി ചെയ്യാം എന്നുള്ള വല്ലാത്ത ആഗ്രഹമുള്ള ആളാണ്. പക്ഷെ പുള്ളിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ. അങ്ങനെ ഇദ്ദേഹം തിരുവനന്തപുരത്താണ് പുള്ളി താമസം, പൊന്നാനിക്കാരനാണ്. ഗോപി രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ബൈക്ക് എടുത്ത് പാരിപ്പള്ളിയിൽ എൻ്റെ വീട്ടിൽ വരും. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഭയങ്കര രൂക്ഷമായ പ്രശ്നങ്ങളിൽപ്പെട്ടു. അച്ഛൻ വീട് വിൽക്കേണ്ടി വന്നു. ഞങ്ങൾ വളർന്ന വീട് 18 വർഷം വളർന്ന വീട് വിൽക്കേണ്ടി വന്നു. കടം, എന്നിട്ടും തീരാത്ത കടം, കുറേ നാൾ വാടക വീടുകളിൽ താമസിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ അല്ലാത്ത പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ കൽക്കട്ടയിലേക്ക് പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്നും അവിടേക്ക് തിരിച്ചു വരുന്നത് വാടക വീട്ടിലേക്കുമാണ്. അപ്പോൾ ആ ഒരു അതിൻ്റെയൊക്കെ കുറേ മാനസിക പ്രശ്നങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂടെ അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ അത്യാവശ്യം വട്ടച്ചെലവുകൾക്കുള്ള പൈസയേ ഉള്ളൂ. നമുക്ക് വീട്ടിലേക്ക് കൊടുക്കാനോ സേവ് ചെയ്യാനോ ഉള്ള പൈസയൊന്നും അതിനകത്തില്ല. എന്നാലും അതിനിടയ്ക്ക് ട്യൂഷൻ എടുക്കുന്ന പൈസയിൽ നിന്നാണ് ആദ്യമായിട്ട് പുസ്തകങ്ങൾ വാങ്ങുന്നതൊക്കെ. അന്ന് DC ബുക്സിൻ്റെ ഒരു സ്കീം ഉണ്ടായിരുന്നു. അതിൽ ട്യൂഷൻ എടുത്തതിൽ നിന്ന് കിട്ടിയ പൈസയിൽ നിന്ന് ഞാനൊരു 20 പുസ്തകങ്ങൾ വാങ്ങിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബുദ്ധൻ മാട്ടിൻകുട്ടിയൊക്കെ അതിനകത്തുണ്ടായിരുന്ന പുസ്തകങ്ങളായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിനിടയ്ക്ക് വന്നിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാനപ്പോഴേക്ക് മെയിൻ സ്ട്രീം ജേർണലിസത്തിലേക്ക് കടക്കാനുള്ള ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ NTV കഴിഞ്ഞു. ഇടയ്ക്ക് മനോരമയിൽ ടെസ്റ്റിന് പോയിരുന്നു. ടെസ്റ്റ് കഴിഞ്ഞു, ഇൻ്റർവ്യൂ വരെ എത്തി, കിട്ടിയില്ല. ദേശാഭിമാനിയിൽ ഇൻ്റർവ്യൂവിന് പോയി. റിട്ടേൺ ടെസ്റ്റിൽ നല്ല റാങ്ക് ഉണ്ടായിരുന്നു. ഒരു ഫുഡ് പോയിസൺ അടിച്ച് ഇൻ്റർവ്യൂ കൊളാക്കി തിരിച്ചുപോയി. അപ്പോൾ ഇതെല്ലാം കൊണ്ട് വലിയ മെയിൻ സ്ട്രീം മീഡിയയിലേക്ക് കയറാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടായി. ഞാൻ മംഗളത്തിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഗോപി ഇങ്ങനെ നിർബന്ധപൂർവ്വം നമുക്ക് പോകാമെന്നുള്ള ബഹളം ഉണ്ടാക്കുന്നത്. അങ്ങനെ അവസാനം ഒരാഴ്ച ഗോപി നിർബന്ധിച്ച് കഴിഞ്ഞപ്പം ഞാൻ തീരുമാനിച്ചു, ശരിയാണ്, ഞാനിങ്ങനെ വേറൊരു വശത്ത് കൂടി ആലോചിച്ചപ്പോൾ എൻ്റെ അന്നത്തെ പ്രണയം കൽക്കട്ടയിലാണ്. അവർക്ക് കേരളത്തിൽ വന്ന് ജീവിക്കാൻ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ ഭയങ്കര പ്ലാനിങ് ആണല്ലോ. അന്നിങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അപ്പോൾ ഞാനും നോർത്ത് ഇന്ത്യയിലേക്ക് വണ്ടി കയറാം എന്നൊക്കെ തീരുമാനിച്ച് ഞാൻ ഗോപിയുടെ കൂടെ നേരെ ഡൽഹിക്ക് വണ്ടി കയറുന്നു. അന്ന് കുറച്ച് നാൾ കേരളവാസി താമസിക്കുന്നു. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ കേരളവാസിൽ നിന്ന് ലോക്കൽ ഫോൺ ഫ്രീ ആണ്. ഡൽഹിയിൽ അപ്പോഴും കുറേ ആളുകളുണ്ട്. ആനന്ദ് ഉണ്ട്, മുകുന്ദൻ ഉണ്ട്. അങ്ങനെ നമ്മൾ വായിച്ച് നമുക്ക് ഭയങ്കര ആരാധനയുള്ള കുറേ മനുഷ്യരുണ്ട് അവിടെ. അപ്പോൾ എനിക്ക് ആനന്ദിനെ കാണാൻ പോയത് ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ട്. ഭയങ്കര ടച്ചി ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു ആനന്ദിനെ കാണാൻ പോകുന്നത്. അപ്പോൾ കേരളവാസിയിൽ നിന്ന് ഒരു 15 ദിവസം മറ്റോ കേരളവാസി താമസിച്ചു. പക്ഷെ അവിടുന്ന് മറ്റേ ഒരു മോഹൻലാലിൻ്റെ ഒരു സംസ്കൃത നാടകം അവിടെ അവതരിപ്പിക്കാൻ വന്ന ടീമുണ്ടായതുകൊണ്ട് അവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് ഒഴിഞ്ഞ് വേറെ ഒരു ധർമ്മശാലയിൽ 3-4 ദിവസം കിടന്നു. അവിടുന്ന് പിന്നെ ഞങ്ങളൊരു പട്ടേൽ നഗറിൽ ഒരു റൂം റെൻറ്റിനെടുത്ത് അവിടെ താമസിച്ചു. ആ സമയത്ത് ഞാനും ഗോപിയും കൂടെ ഒരു ദിവസം കേരളവാസി പോയിട്ട് ആനന്ദിൻ്റെ ഫോൺ നമ്പരും അഡ്രസ്സും ഒക്കെ കാണാപ്പാടമാണ്. ആനന്ദിനെ വിളിച്ചു. അപ്പോൾ ആനന്ദ് സാറല്ലേ? അതെ, ആനന്ദാണ്. ഞങ്ങൾ ഇങ്ങനെ നാട്ടിൽ നിന്ന് ജോലി അന്വേഷിച്ച് വന്ന 2 പേരാണ്. ഞങ്ങൾക്ക് സാറിനെ ഒന്ന് കാണാൻ താല്പര്യമുണ്ടായിരുന്നു.
കണ്ടോളൂ, അപ്പോൾ അങ്ങോട്ട് വരാമോ, വന്നോളൂ. അഡ്രസ്സ് പുള്ളി പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ അഡ്രസ്സ് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ പുള്ളി എന്നിട്ട് അങ്ങോട്ട് ചെല്ലേണ്ടത് എങ്ങനെയാണ്, ഇന്ന സ്റ്റോപ്പിൽ ബസ് ഇറങ്ങും, അവിടുന്ന് നിങ്ങൾക്ക് കുതിരവണ്ടി കിട്ടും, അപ്പോൾ അതേ കയറി ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്ന് മൊബൈലില്ലല്ലോ, ഞങ്ങൾക്കൊന്നും മൊബൈലില്ല, പുള്ളിക്കും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് ഇന്ന ഫ്ലാറ്റിലാണ്, അപ്പോൾ ഫ്ലാറ്റ് ഞങ്ങൾക്ക് അറിയാം, ഓക്കെ ശരി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നു. ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. ചെല്ലുമ്പോൾ ഒരു കൈലുമുണ്ടും ടീഷർട്ടും ഇട്ടിട്ട് ആനന്ദ് വന്ന് വാതിൽ തുറക്കുന്നു. അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. എനിക്ക് തോന്നുന്നത് വളരെ രസകരമായ കാര്യം, അന്ന് ഞങ്ങൾ രാത്രി 10 മണി കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തിറങ്ങുന്നത്. ഈ 10 മണി വരെയും പുള്ളി സംസാരിച്ചിട്ടുള്ള വളരെ കുറച്ചേ ഉള്ളൂ. ഒരു വിഷയം പുള്ളി ഒരു വിഷയം ഇടും, ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ച് സംസാരിക്കും. വലിയ മണ്ടത്തരങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്, പക്ഷെ പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് കേട്ടിരിക്കുകയും അതിനകത്ത് കമൻറ്റ് പറയും. വളരെ ചെറിയ 1-2 സെൻറ്റൻസിലുള്ള കമൻറ്റൊക്കെ ഉള്ളൂ, ബാക്കി മുഴുവൻ ഞങ്ങളെ കൊണ്ട് പറയിക്കുകയാണ്. ഇങ്ങനെ മുഴുവൻ ഇരുന്ന് ഞങ്ങൾ വിഡിത്തങ്ങളൊക്കെ അങ്ങ് അലിച്ച് വിടുകയാണ്. പുള്ളി വളരെ എന്താ പറയുക, സഹിഷ്ണുതയോടെ ഇതെല്ലാം കേട്ടിരിക്കുകയും രാഷ്ട്രീയത്തെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, നോർത്ത് ഇന്ത്യൻ ജീവിതത്തെക്കുറിച്ച്. ഞങ്ങളാകെ കാണുന്ന നോർത്ത് ഇന്ത്യ ഈ ഡൽഹിയിൽ കിടന്ന് വട്ടം കറങ്ങുന്ന ആൾക്കാരെ മാത്രമാണ് ഞങ്ങൾ. പക്ഷെ അത് വെച്ചിട്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. ഇത്രയും ലോകം മുഴുവൻ കറങ്ങിയിട്ടുള്ള ആ മനുഷ്യൻ ഇത് വളരെ രസകരമായി കേട്ടിരിക്കുകയും അതിനകത്ത് ചെറിയൊരു കമൻറ്റ് പറഞ്ഞ് ഞങ്ങളെ ട്രിഗർ ചെയ്ത് തരികയും ചെയ്യുന്നു. ഇത് രാത്രി 10 മണി വരെ, ഉച്ചയ്ക്ക് ഏതാണ്ട് 2-2:30 തുടങ്ങിയിട്ട് രാത്രി 10 മണി വരെ ഈ മനുഷ്യനോട് സംസാരിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ടീച്ചർ ഇടയ്ക്ക് ചായ തന്നു, നാരങ്ങാവെള്ളം തന്നു, റൊട്ടി തന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാം എന്ന് തീരുമാനിച്ച് ഇറങ്ങാൻ പോകുമ്പോൾ മഴ ചാറി തുടങ്ങി. അപ്പോൾ പുള്ളി ചോദിച്ചു, നിങ്ങൾ പട്ടേൽ നഗർ വരെ എങ്ങനെ പോകും? അതുകൊണ്ട് 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഞാൻ ബസ്സിന് പോകും. അല്ല, ഇതിപ്പോൾ മഴ പെയ്യുന്നുണ്ടല്ലോ, ബസ് സ്റ്റോപ്പിൽ എത്തണമെങ്കിൽ കുറേ നടക്കണമല്ലോ. അപ്പോൾ അത് കുഴപ്പമില്ല, ഞങ്ങൾ പോയിക്കോളാം, അന്ന് വളരെ എനർജറ്റിക്കാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഞാൻ കൊണ്ടുവിടാം. വിശ്വസിക്കാൻ പറ്റില്ല, ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പച്ച മാരുതി 800 ആയിരുന്നു. ഞാൻ ഇടതുവശത്തെ സീറ്റിലിരിക്കുന്നു, ആനന്ദ് വലതുവശത്തെ സീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നു, ഗോപീഷ്ണം പുറകിലിരിക്കുന്നു. ഞാൻ കുറച്ച് നേരം മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഒരു ഭയങ്കരമായിട്ട് സ്വപ്നം ഫീൽ ചെയ്യുന്ന പോലൊരു ഫീലിംഗ് ആയിരുന്നു. കാര്യം ആനന്ദിനെ നമ്മൾ അത്രയ്ക്ക് ആരാധനയോടെ കേൾക്കുന്ന ഒരു ആളാണ്. ഇറങ്ങുന്നതിന് മുന്നേ പുള്ളി പറഞ്ഞു, അതെ എൻ്റെ പുസ്തകങ്ങൾ ഏതെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ. അവിടെ ഒരു മൂലയ്ക്ക് പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഓതേഴ്സ് കോപ്പി ഇരിപ്പുണ്ട്. ഞാൻ അത്ര അധികം വായനക്കാരെന്നുള്ള എഴുത്തുകാരനല്ലല്ലോ, അതുകൊണ്ട് പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തെങ്കിലും ആനന്ദിൻ്റെ പുസ്തകങ്ങൾ ഇല്ലാത്തതൊന്നുമില്ല. എന്നിട്ടും ഞാൻ ആൾക്കൂട്ടം, വീടും തടവും, ഉത്തരായനം, ഈ 3 പുസ്തകങ്ങളാണെന്ന് തോന്നുന്നു. 3 പുസ്തകങ്ങൾ എടുത്ത് പുള്ളിയുടെ ഒപ്പ് വാങ്ങി കൊണ്ടുവന്നു. പുള്ളി എന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ട് വളരെ കൂളായിട്ട് തിരിച്ചും പോയി. അപ്പോൾ അതുപോലെ 3 കാണാൻ ഫ്രഞ്ച് കോൺസുലേറ്റിൽ പോയി അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അങ്ങനെയുള്ള ആ ഒരു ആക്ടിവിറ്റീസൊക്കെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ ഇതിനിടയ്ക്ക് ജോലി അന്വേഷണവും നടക്കുന്നുണ്ട്. അത്യാവശ്യം മലയാളി INS ബിൽഡിങ്ങിലുള്ള മലയാളി പത്രക്കാരെല്ലാം വെച്ചിട്ട് നമ്മൾ ജോലി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഗോപി പെട്ടെന്ന് ഒരു ദിവസം കാണാം, അതെ എനിക്ക് ഡൽഹി സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ തിരിച്ചു പോകാം, നമുക്ക് തിരിച്ചു പോയാലോ. എന്തായാലും ഇറങ്ങി തിരിച്ചു. ഞാൻ തിരിച്ചില്ല. ഞങ്ങൾ ഗോപി തിരിച്ചു പോയി. ഞാൻ ആ സമയത്ത് ഇങ്ങനെ പത്രത്തിൽ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഉത്തരകാശിയിൽ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ സ്കൂളുണ്ട്, അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്നൊരു പരസ്യം കണ്ടു. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ എഴുതി പോസ്റ്റ് ചെയ്താൽ മതിയായിരുന്നിരിക്കും. ഞാൻ പക്ഷെ അത് നോക്കിയില്ല. ഞാൻ അവിടെ നേരെ ട്രെയിനിൽ ഹരിദ്വാർ ഇറങ്ങി ബസ്സിൽ ഋഷികേശ് ഉത്തരകാശി പോയി. അവിടെ പോയി, പക്ഷെ അവിടെ 2 മാസത്തിൽ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. കാലാവസ്ഥയും മറ്റൊന്നും എനിക്ക്. പിന്നെ ഞാൻ അന്നത്തെ ആ കൽക്കട്ടയിലെ ആ പെൺകുട്ടിയുടെ അമ്മയ്ക്കുമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഞാൻ അവിടെ നിൽക്കുന്നത്. മണ്ണിടിച്ചിലൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവർക്കൊരു പിന്നെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പാടാണ് അവിടുന്ന്.
അതുകൊണ്ട് അവർക്ക് അത്ര ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ച് വീണ്ടും ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ വരുമ്പോൾ എന്നിട്ട് ആ സമയത്ത് ഇലക്ഷൻ്റെ സമയമായി. അപ്പോൾ ഞാൻ വീണ്ടും കൽക്കട്ടയ്ക്ക് പോയി ഇലക്ഷൻ റിപ്പോർട്ടിങ് എന്നുള്ള ഭാഗത്ത്. അപ്പോൾ അന്ന് കുങ്കുമത്തിൽ, ഇതിനു മുമ്പ് കുങ്കുമത്തിൽ അത്യാവശ്യം എഴുതി തുടങ്ങിയിരുന്നു. റിപ്പോർട്ടിങ്ങും മാധ്യമം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ സമയമാണ്. അപ്പോൾ മാധ്യമം ലോഞ്ച് ചെയ്ത് വീക്കിലി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് കുങ്കുമത്തെ ഒന്ന് പഴയ കുങ്കുമം വീക്കിലി ഒന്ന് വികസിപ്പിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെ KC മധുവായിരുന്നു അതിൻ്റെ ചുമതല. അപ്പോൾ KC മധുവിന് ഞങ്ങളെ കുറച്ച് പേരെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ നാട്ടിലുണ്ടായിരുന്ന മംഗളത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം കുങ്കുമത്തിൽ കവർ സ്റ്റോറികളും കുറേ ഫീച്ചറുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് അത്യാവശ്യം നല്ല ആക്റ്റീവായിട്ട് റിപ്പോർട്ടിംഗ് ഫീച്ചറുകൾ ചെയ്തു തുടങ്ങി. ആ ഒരു കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ അവിടുന്ന് കേരള ശബ്ദത്തിനും മലയാളം വീക്കിലിക്കും വേണ്ടിയിട്ട് കുറച്ച് ഇലക്ഷൻ റിപ്പോർട്ടുകൾ കൽക്കട്ടയിലൊക്കെ യാത്ര ചെയ്ത്, കൽക്കട്ട ബംഗാളിൽ കുറച്ച് യാത്ര ചെയ്തൊക്കെ കുറച്ച് ഇലക്ഷൻ റിപ്പോർട്ടുകളൊക്കെ എഴുതി കേരള ശബ്ദത്തിലും സമകാലിക മലയാളത്തിലുമൊക്കെ കൊടുത്തു. അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ സ്റ്റേജിൽ വരുമ്പോഴാണ് എനിക്ക് ഇൻഡോറിൽ ഫ്രീ പ്രസ് ജേണലിൽ ജോലി കിട്ടുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് ചുവട് വയ്ക്കുന്നത് അവിടെ നിന്നാണ്. ഒരു ഇംഗ്ലീഷ് ന്യൂസ് റൂമിലേക്ക് കയറി പോകുന്നത്. അത് പറഞ്ഞ മാതിരി അടുത്തൊരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ഫ്രീ പ്രസ് ജേണലായിരുന്നു. കാരണം നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുകയും മലയാളത്തിൽ എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിന് പെട്ടെന്നൊരു ഇംഗ്ലീഷ് ഡെസ്കിലേക്ക് കയറി ചെല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ കുറേ മണ്ടത്തരങ്ങൾ അവിടെ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഒരു പുതിയൊരു അവസരമായിരുന്നു. അത്യാവശ്യം നന്നായി തന്നെ ഞാൻ 1-2 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. ആ സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ്, ഞാൻ ഇന്ത്യയെ കണ്ടു എന്നുള്ളതാണ്. കാരണം ഇൻഡോർ എന്ന് പറയുന്നത് ഒരു മിനി മുംബൈയാണ്, ഒരു നഗരം തന്നെയാണ് ആക്ച്വലി. പക്ഷേ ഇൻഡോറിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങൾ വെറും ഗ്രാമങ്ങൾ, മധ്യപ്രദേശിലെ വെറും ഗ്രാമങ്ങളാണ്. അവിടുന്ന് ഞങ്ങളുടെ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കുറച്ച് ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകളെല്ലാം സന്ദർഭം എന്ന് പറഞ്ഞിട്ട് സന്ദർഭ് ദസ്താവേജീകരൺ കേന്ദ്ര എന്നായിരുന്നു ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ ഇത് നർമ്മദ ബചാവോ ആന്തോളനുമായിട്ടൊക്കെ അത്യാവശ്യം യോജിച്ച് പ്രവർത്തിക്കുന്ന കുറേ ഇടതുപക്ഷക്കാരുടെ, അത് അത്യാവശ്യം ഇടതുപക്ഷ ബുദ്ധിജീവികളെന്ന് വിളിക്കാവുന്നവരുടെ ഒരു ഗ്രൂപ്പായിരുന്നു. അവിടെ നിന്ന് അടുത്ത് എനിക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നത്, ഞാൻ ഇംഗ്ലീഷ് ഫിക്ഷനിൽ നിന്ന് വായന അത്യാവശ്യം നോൺ ഫിക്ഷനിലേക്ക് തിരിയുന്നത് ഈ കേന്ദ്രത്തിൽ വെച്ചാണ്. പിന്നെ അവിടെ അത്യാവശ്യം അന്ന് നമുക്ക് റെയറായി നമ്മളത്ര പരിചിതമല്ലാത്ത മാഗസിനുകളുണ്ട്. സെമിനാർ, ഇല്ലുസ്ട്രേറ്റഡ് വീക്ക്ലി അല്ല, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി, അങ്ങനെ കുറച്ചും കൂടി കടുപ്പപ്പെട്ട വായനയിലേക്ക് ഇംഗ്ലീഷ് നമുക്ക് വായിക്കാൻ പറ്റുന്ന, നമുക്ക് ഇംഗ്ലീഷിലെ കുറച്ചും കൂടി ലോകത്തെയും ഇന്ത്യയെയും മനസ്സിലാക്കിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങൾ ആ ഗ്രൂപ്പിലെ പ്രവർത്തനവും സന്ദർഭിലെ പ്രവർത്തനവും, അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ലൈബ്രറി ഉണ്ട്, അവിടെയും പോയിരുന്ന് വായിക്കുക. അത്യാവശ്യം ഹിന്ദി വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നൊരവസ്ഥയൊക്കെ അവിടെ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു ഇത് വന്നപ്പോഴേക്ക് കുറച്ചും കൂടി നമ്മുടെ ആക്ടിവിസ്റ്റ് മോഡ് ഒന്ന് ഓണായി കിട്ടി. ഞങ്ങൾ ഫ്രീ പ്രസ്, അവിടുത്തെ ഫ്രീ പ്രസ് എന്ന് പറഞ്ഞാൽ വളരെ മുതലാളിമാരുടെയും മാത്രമായിട്ട്, അന്ന് കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്, അവരുടെ മാത്രം നാവായിരുന്നു. പക്ഷെ അതേസമയം തന്നെ ഞാൻ ഒരു സമരത്തിന് പോയി തല്ലുകൊണ്ടിട്ട് തിരിച്ചു വന്ന് പത്രത്തിൽ കയറിയിരുന്ന് ആ സമരത്തെക്കുറിച്ച് എന്തെങ്കിലും എഴുതണമെന്ന് വെച്ചിട്ട് നിർബന്ധപൂർവ്വം എഴുതി കൊടുക്കുമ്പോഴത്തേക്ക് അവർ എന്നോടുള്ള ദയവ് കൊണ്ട് അത് അകത്ത് ഒരു കോളത്തിൽ ഇട്ടോ എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക്, കാരണം അവർക്ക് പൊളിറ്റിക്കലി ആ സാധനം അവർക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഗവൺമെൻറ്റിനെതിരായ സാധനമാണ്. ഗവൺമെൻറ്റിന് മാത്രമല്ല, മുതലാളിമാർക്കെതിരായ സാധനമാണ്. അപ്പോൾ അന്ന് ഉണ്ടായ വേറൊരു അഡ്വാൻറ്റേജ്,
എനിക്ക് ഒരു ദിവസം ഡബിൾ ഷിഫ്റ്റ് ചെയ്യാം. ഞാൻ താമസിക്കുന്ന ഓഫീസിൻ്റെ ഇതിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഡബിൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോംബോ ഓഫ് കിട്ടും. അപ്പോൾ എനിക്ക് ആവറേജ് ഒരു മാസത്തിൽ 15-18 ദിവസമൊക്കെ ജോലി ചെയ്താൽ മതി. അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, ഈ ബാക്കി കിട്ടുന്ന സമയത്ത് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങി. ഒരു പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അവിടെ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ആദ്യം കാണുന്ന ബസ്സിൽ കയറി യാത്ര ചെയ്യുക. രാജസ്ഥാനിലും UP-യിലും അങ്ങനെയുള്ള ഛത്തീസ്ഗഡിലും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ മനുഷ്യരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും യാത്ര ചെയ്യാനും ഒരുപാട് ശരിക്ക് ആ ഒരു 1.5 വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഈ 47 വർഷത്തെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ പകുതിയോളം വരുമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്ക് മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മൾ ഹിന്ദിയുടെ വ്യത്യാസം, മനുഷ്യൻ ജീവിക്കുന്ന രീതിയുടെ വ്യത്യാസം ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. കാരണം ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ആൾക്കാർ കേരളത്തിൽ ജോലി ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് എന്ത് രസമാണെന്ന് തോന്നും. അന്ന് ആ ഒരു ശീലം വന്നിട്ടില്ല. കേരളത്തിലാകെ ജോലി ചെയ്യുന്ന മറ്റ് അന്യസംസ്ഥാനക്കാർ തമിഴ് മാത്രമാണ്. ഇത് 2000 ആ സമയത്തൊക്കെ 2001 കഥയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ 2:30-3 മണിയൊക്കെ ആകുമ്പോൾ ജോലി തീരും. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടി ഒന്ന് കൂടിയിരുന്ന് അത്യാവശ്യം മദ്യസേവയൊക്കെ കഴിഞ്ഞ് ഒന്ന് പുറത്തു പോകും. ചായ കുടിച്ച് ഒക്കെ ചായ കുടിയും കച്ചോരിയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഒരു 6 മണിയാകുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ രാജവാഡ എന്ന് പറയുന്നൊരു സെൻറ്ററുണ്ട്. അതെപ്പോഴും രാത്രിയിലും ആക്റ്റീവായൊരു സ്ഥലമാണ്. അപ്പോൾ രാജവാഡയിൽ പോയി കച്ചോരിയൊക്കെ കഴിച്ച് പുലർച്ചെ ഒരു 6-6:30 ആകുമ്പോൾ തിരിച്ചു വരും. ഈ 6:30-ക്ക് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യർ ഈ പണിയായുധങ്ങൾ, ഇപ്പം മേസണാണെങ്കിലും കൽപ്പണിക്കാരന് അല്ലെങ്കിൽ അല്ലാത്ത ആശാരിയാണെങ്കിലും കൃഷിപ്പണിയെടുക സാധനങ്ങൾ കൊണ്ടാണെങ്കിലും ഇങ്ങനെയുള്ള പണിയെടുക്കുന്ന മനുഷ്യർ നിരന്ന് പണ്ട് റോളയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യർ അവരെ വിൽക്കാൻ വെച്ചിരിക്കുന്ന നിരന്നിരിക്കുന്ന ഒരവസ്ഥ. ഈ മനുഷ്യരെ 7 മണിക്കോ 7 മണിക്കൊക്കെ ആരെങ്കിലുമൊക്കെ വിളിച്ചുകൊണ്ട് പോയി ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവർ 6-6:30 വരെ ജോലി ചെയ്യും വൈകിട്ട്. ഈ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെ ജോലി ചെയ്യുന്ന ആളിന് അന്ന് 35 രൂപയോ ആണ് ഏറ്റവും മാക്സിമം മേസണിനൊക്കെ കിട്ടുന്നത്. 20 രൂപ മുതൽ 35 രൂപ വരെയാണ് കൂലിയുള്ളത്. കേരളത്തിൽ അന്ന് 450-500 രൂപ കൂലിയുള്ള സമയമാണ്. ആ ഒരു വ്യത്യാസം, അത് കേരളത്തിൽ വളരെ കൃത്യമായിട്ട് ജോലി സമയമൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു ജോലി സമയമോ കൂലിയോ ഇല്ലാത്ത സാധാരണ മനുഷ്യരെ അവിടെ നിന്ന് കുറേ കാണുന്നു. മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ലോകത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് പോലും അറിയാത്ത ഒരുപാട് കൃഷിയിൽ മാത്രം എൻ്റെ വീട്ടിൽ 4 കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് കൃഷിക്ക് അത്ര ആയില്ലേ എന്ന് കരുതി കുട്ടികളെ ഉണ്ടാക്കുന്ന മനുഷ്യർ. നമ്മൾ ശരിക്കും ആ ഒരു ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യർ ഒരുപാട് വ്യത്യസ്തരായ മനുഷ്യർ ഓരോ സ്ഥലങ്ങളിൽ. ഇപ്പോൾ മറ്റേ ജഗ്ദൽപൂർ ബസ്തർ ഏരിയയിൽ ഒരിക്കൽ പോകാൻ പറ്റി. ഒരു കോണ്ടാക്ട് വഴി നമ്മൾ നക്സൽ ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മനുഷ്യർ ഈ തെണ്ടുപത്ത എന്ന് പറയുന്ന ലീഫ് പെറുക്കി മാത്രം നമ്മുടെ ബീഡിയല എന്ന് പറയുന്നത് അത് പെറുക്കി മാത്രം ജീവിതം ഉണ്ടാക്കുന്ന, അതിൻ്റെ കൂലി 25 പൈസയിൽ നിന്ന് 30 പൈസ ആക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന മനുഷ്യർ. അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മൾ അനുഭവിക്കാത്ത ജീവിതം കെട്ടുകഥയാണ് എന്ന് ബെന്യാമിൻ പറയുന്ന സാധനം പോലെ തന്നെ നമ്മൾ കണ്ടാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ജീവിതങ്ങളെ ഒരുപാട് കാണാൻ പറ്റി. ഒരു ഗ്രാമത്തിൽ ഇപ്പോൾ നമ്മൾ ജമീന്ദാരി സിസ്റ്റമൊക്കെ നമുക്ക് ശരിക്ക് 70കളിലെ ഓംപുരി സിനിമകളിലും നസറുദ്ദീൻ ഷാ സിനിമകളിലും കണ്ടിട്ടുള്ള സാധനങ്ങളെ നേരിട്ട് UP-യിലെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ വരുന്ന ഒരു റോഡ് പോലും ഇല്ലാത്ത കിലോമീറ്ററുകൾ, ഉൾറോഡുകൾ ഇപ്പോഴൊക്കെ മാറിയിട്ടുണ്ടാവും. ഉൾറോഡുകൾ ഒന്നുമില്ലാത്ത ചെറിയ ഹൈവേകൾ മാത്രമുള്ള ഉൾറോഡുകൾ ഒന്നുമില്ലാത്ത നാടുകൾ ഒരുപാട്. കണക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം ഒട്ടുമില്ല. മനുഷ്യർക്ക് സ്കൂളുകളില്ല. ഇപ്പോൾ MP-യിലെ തന്നെ ജാബുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ റിപ്പോർട്ടിങ്ങിന് പോയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. അവിടെ ആകെയുള്ള സ്കൂൾ എന്ന് പറഞ്ഞാൽ 1 ഏകാധ്യാപക വിദ്യാലയം, അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. പിന്നെ ഉള്ളത് ഒരു ക്രിസ്ത്യൻ മിഷൻ നടത്തുന്ന 2 സ്കൂളുകൾ 15 കിലോമീറ്ററിനകത്തുണ്ട്. ആകെ അവിടെയുള്ള സ്കൂൾ അതാണ്. പക്ഷെ ഈ ആദിവാസി കുട്ടികളെ സ്കൂളിൽ വിടാൻ അവർക്ക് താല്പര്യമില്ല.
അങ്ങനെയുള്ള കുറേ ഇതുണ്ട് അങ്ങനെ ശരിക്കും ആ ഒരു ജീവിതം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകുന്നത്. എന്നുവെച്ചാൽ മനുഷ്യർ എങ്ങനെയൊക്കെ ജീവിക്കുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഉൾനാടൻ വടക്കേ ഇന്ത്യയിലെ ഉൾനാടൻ സ്ഥലങ്ങളിൽ ഈ വ്യത്യാസം ഇപ്പോഴും ജാതി എന്ന് പറയുന്നതിൻ്റെ വല്ലാത്തൊരു തീവ്രത എനിക്ക് ഭയങ്കര. ഞാൻ അല്ലാത്ത ഇൻഫോർമൽ ടോക്കുകളിൽ എപ്പോഴും പറഞ്ഞൊരു കഥയുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഫ്രീ പ്രസ്സിൽ ജോലി ചെയ്തിരുന്ന ഒരു PhD കാരനായ അഭിജിത്ത് പുരോഹിത് എന്നാണെന്ന് തോന്നുന്നു പേര്, രാജ്പുത്താണ് എന്തായാലും. ഈ മനുഷ്യൻ സോഷ്യോളജിയിൽ PhD ഉള്ള മനുഷ്യനാണ്. അപ്പോൾ പത്രക്കാരനാണ്. എൻ്റെ കൂടെ നാട്ടിൽ ലോ കോളേജിൽ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു നിസാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ നിസാം ഇൻദോറിൽ യൂണിയൻ ബാങ്കിൽ ലീഗൽ അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടി ഇൻദോറിൽ വരും. അപ്പോൾ നാച്ചുറലി ഇൻദോറിലെത്തുമ്പോൾ ഞാൻ ഇൻദോറിലുണ്ട്, നിസാം എന്നെ കാണാൻ വരുന്നു. ഞങ്ങളത് ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി വീട് അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഞാൻ ഓഫീസ് അക്കോമഡേഷനാണ്, എനിക്ക് അവിടുന്ന് മാറിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഞങ്ങൾ വീട് അന്വേഷിച്ച് തുടങ്ങുന്നു. ഞങ്ങൾക്ക് രണ്ടിനും കൂടി വീട് കിട്ടില്ല. നിസാമിൻ്റെ കൂടെ അനുവിന് താമസിക്കാൻ പറ്റില്ല. ഒന്ന് കാര്യം അത് നിസാമാണ്. ഈ അഭിജിത് സിംഗ് ഇത് ഒരു ദിവസം ഞാനും നിസാം കൂടി ഓഫീസിൻ്റെ മുറ്റത്ത് അരഭിത്തി മാതിരി ഉണ്ട്, നീളത്തിലിങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഞാൻ നിസാം കൂടി അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അഭിജിത്ത് സ്കൂട്ടർ കൊണ്ടുവന്ന് നിർത്തുന്നു. അപ്പോൾ അഭിജിത്ത് ചോദിച്ചോ, ആ നീയോ, ആ ഇതാരാ നിൻ്റെ സുഹൃത്താണോ? ആ എൻ്റെ സുഹൃത്താണ്. ആ ഓക്കെ. ആ നിസാമിന് നല്ല നീളമാണ്. ആ നിന്നെ പോലെ തന്നെ നല്ല നീളം ഉണ്ടല്ലോ. ആ അതെ. ഇത് ഒരു 2 മിനിറ്റ് എവിടെ ജോലി ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണ് അഭിജിത്ത് ഈ പേര് ചോദിക്കുന്നത്. നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് നിസാം എന്ന് നിസാം മറുപടി പറയുകയും, സാമൂഹ്യശാസ്ത്രത്തിൽ PhD ഉള്ള ഒരു മനുഷ്യൻ എടുത്ത വാക്കി ചോദിക്കുന്നത്, അനു തുമാരാ ദോസ്ത് മുസ്ലിമേ എന്നാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം. അതുപോലെ ജാതി എന്ന് പറയുന്നത് അന്ന് ഞങ്ങൾ കണ്ട ഒരു കഥയാണ്. അടുത്ത് ദൈനിക് ഭാസ്കറിൽ ഒരു മുസ്ലിം പേരുള്ള ഒരാൾ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററായിട്ട് വന്നപ്പോൾ പുള്ളിയെ കീഴെയുള്ള ഒരു മനുഷ്യരും അംഗീകരിക്കില്ല. പുള്ളി ഒരു 1-2 ആഴ്ച കൊണ്ട് രാജിവെച്ചു. അപ്പം ആ ഒരു വ്യത്യാസവും ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഭയങ്കരമായ ചേരിതിരിവുകളൊക്കെ നമുക്ക് മലയാളിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവങ്ങളെ കാണുന്നത് എൻ്റെ വടക്കേ ഇന്ത്യയിലെ യാത്രകൾ, രാജസ്ഥാനിലൊക്കെ ആണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് ഇത് തന്നെയാണ്. ഒരു നഗരത്തിലെ മനുഷ്യൻ ഒരു തരത്തിലുള്ളതും ഗ്രാമത്തിലെ മനുഷ്യൻ വേറൊരു തരത്തിലുള്ളതും, എന്നാൽ ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്ന സംഭവമേ ഇല്ലാത്തതും. നമ്മൾ ഇന്ത്യയെ കാണുക എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയായിട്ട്, പിന്നെ അതിനെ എന്നെ ആ ഒരു കാഴ്ചയെ, ആ ഒരു നോട്ടത്തിന് എന്നെ സഹായിച്ചത് സന്ദർഭിലെ പ്രവൃത്തികളും കൂടെയാണ്. കാര്യം ഇപ്പം അന്ന് നർമ്മദാ സമരം വളരെ ശക്തമായി നടക്കുന്ന സമയമാണ്. അപ്പോൾ വെള്ളം കയറുന്ന ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര, കുറേ അങ്ങനെയുള്ള മനുഷ്യർ കുറേ താഴെ എന്ന് പറയപ്പെടുന്ന അവർ തന്നെ താഴെ എന്ന് വിശ്വസിക്കുന്നവരാണ്. അതാണ് ഏറ്റവും തമാശ. ഇരിക്കാൻ പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇരിക്കാൻ കൂട്ടാക്കാത്ത മനുഷ്യർ, ഭയങ്കരമായിട്ട് അവർക്ക് തന്നെ ആ ഒരു ലോകത്തെ ഭയക്കുന്ന മനുഷ്യർ. സത്യത്തിൽ അതാണ് അവർ. ഏതൊരു മനുഷ്യനും അധികാരത്തിൻ്റെ ഒരു ചിഹ്നത്തെ പോലും ഭയക്കുന്ന ഈ മനുഷ്യരിൽ കുറച്ച് പേരെങ്കിലും ഈ അധികാരത്തോട് തിരിച്ച് സംസാരിക്കാൻ തക്ക ഒരു ശബ്ദം ഉണ്ടാക്കി കൊടുത്തത് മേധാദീദിയുടെ ആ ഒരു നർമ്മദാ ബചാവോ ആന്തോളനം. അത് ശരിക്ക് വിസിബിളായിരുന്നു നമുക്ക്. കാരണം ഈ മനുഷ്യർ ഇപ്പോൾ NBA പ്രവർത്തിക്കുന്ന മനുഷ്യർ തിരിച്ച് ശക്തമായി സംസാരിക്കുമ്പോൾ മറ്റു മനുഷ്യർ വളരെ നിശബ്ദരായി ഭയന്ന് ജീവിക്കുന്ന മനുഷ്യർ. ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. അങ്ങനെയുള്ള ഗ്രാമങ്ങൾ, നാടുകളൊക്കെ കാണാൻ പറ്റുന്നൊരു ഇത് കഴിഞ്ഞ് ഞാൻ ഒരു 1.5-2 വർഷമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് മടുത്തു, ഇൻദോർ മടുത്തു. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു, നാട്ടിൽ ജോലി നോക്കുന്നു. അപ്പോൾ അത്യാവശ്യം
വായനയുടെ ലോകം ഭയങ്കരമായിട്ട് വിശാലമായിട്ടുണ്ട്. എഴുത്തിൻ്റെ ലോകത്തിൽ അത്യാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുന്നുണ്ട്. പത്രത്തിലേക്ക് വേണ്ടിയാണെങ്കിൽ ഫീച്ചറുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മലയാളം വാരികയിലുമൊക്കെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അവിടുത്തെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള സംഭവങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പക്ഷേ എനിക്കെന്തോ ഇനി തിരിച്ച് കേരളത്തിലേക്ക് പോകാൻ തോന്നി. അങ്ങനെ കേരളത്തിൽ വന്നു. അത്യാവശ്യം പക്ഷേ അത് പരാജയമായിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ച ജോലികളൊന്നും അവസാന നിമിഷം കിട്ടിയില്ല. എന്നിട്ട് തിരിച്ച് ഞാൻ അന്നേരം ദുബായിൽ കുറച്ച് നാളൊരു ലോക്കൽ കേബിൾ TV ചാനലിൽ ജോലി ചെയ്തു. എന്നിട്ട് തിരിച്ച് ദുബായിക്ക് വണ്ടി കയറുന്നു. ആ ദുബായിക്ക് വണ്ടി കയറാനുള്ള വിസിറ്റ് വിസ എടുത്ത് ദുബായിക്ക് വരുന്നതിന് മുന്നേ 8 വർഷം പ്രായമുള്ള എൻ്റെ ബംഗാളി പ്രണയം, എന്നെ ഭാഷ പഠിപ്പിച്ച് എൻ്റെ ബംഗാളി പ്രണയം അവസാനിപ്പിച്ചിട്ട് ഞാൻ 2003 ദുബായിക്ക് വണ്ടി കയറും. ഇതൊരു പീരിയഡ് ജീവിതത്തിൽ നിന്ന് മാറ്റി വയ്ക്കുന്ന ഒരു സമയമായത് അവിടെയാണ്.